ഒരാൾക്ക് മറ്റൊരാളോട് ഒരു നന്മ പറയാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റല്ലേ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാനോ ഉള്ള സ്പേസ് പോലും നഷ്ടപ്പെടുന്നിടത്തേക്ക് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സമൂഹമാണ് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപെടാൻ കഴിയുന്ന സമൂഹം, ഏറ്റവും നല്ല സമൂഹം എന്നാണ് ആളുകളുടെ ധാരണ. പക്ഷേ മാതാപിതാക്കൾക്ക് പോലും മക്കളെ ശാസിക്കാനും ശിക്ഷണം നൽകാനുമുള്ള അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 18 വയസ്സ് എന്ന ഒരു ലീഗൽ ഒരു ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രായപരിധിയെ അതിനെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങൾക്കുമുള്ള ചൂഷണമായി ഉപയോഗിക്കുന്ന മക്കളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ അലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ അപകടം പിടിച്ച പ്രശ്നങ്ങളിലൊന്ന് ലോകത്ത് തിന്മകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആഭാസങ്ങളും തോന്നിവാസങ്ങളും വർദ്ധിക്കുന്നു എന്നത് മാത്രമല്ല, ഇത്തരം തിന്മകളെയും ആഭാസങ്ങളെയും അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളെയും തെറ്റുകളെയും അത് തെറ്റാണ് എന്ന് പറയാൻ ആളുകൾ മടിക്കുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. അഥവാ ഒരു തെറ്റിനെ തെറ്റാണ് എന്ന് പുറത്ത് പറയാൻ പറ്റാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ഒരാളത് ചെയ്യുമ്പോൾ അത് തെറ്റല്ലേ, നിങ്ങൾ എന്തിനത് ചെയ്യുന്നു എന്ന് പരസ്യമായോ അല്ലെങ്കിൽ രഹസ്യമായോ പോലും ചോദിക്കാൻ ആളുകൾ മടിക്കുന്ന തരത്തിലേക്ക് ആളുകൾ സമൂഹം സാഹചര്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരം, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം, ഞാൻ പണം കൊടുത്തു വാങ്ങി എൻ്റെ വസ്തു, അല്ലെങ്കിൽ ഞാൻ പണം കൊടുത്തു വാങ്ങി ഉപയോഗിക്കുന്ന ഇന്നൊരു സംഗതി, ലഹരി വസ്തുക്കൾ, മദ്യം, അല്ലെങ്കിൽ എൻ്റെ ശരീരം, എൻ്റെ സമയം, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കുന്നു. അതിൽ നിങ്ങളാര് എന്ന ചോദ്യത്തിൽ രഹസ്യമായി പോലും ഒരാളോട് എന്തെങ്കിലും തിന്മയെക്കുറിച്ച് അത് ചെയ്യരുതെന്ന് ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇത്തരം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മറ പിടിച്ച ആളുകൾ അതിനെയും തള്ളിക്കളയുന്ന, അതിനെ ഒരു തെറ്റായി കാണുന്ന തരത്തിലേക്ക് ഇന്നത്തെ സമൂഹ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റുകളുണ്ടാവുന്നു എന്നതിനേക്കാൾ വളരെ ഗൗരവകരമാണ് നന്മ പറയാനും അല്ലെങ്കിൽ തിന്മ അതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇത് ഒരിക്കലും ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നിന്ന് മാറി പോലും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു സമൂഹത്തിൽ ഇങ്ങനെ നന്മകൾ ഉണ്ടാവാതിരിക്കുകയും അല്ലെങ്കിൽ നന്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുകയും തിന്മകൾ നിരുത്സാഹപ്പെടുത്തപ്പെടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ദൈവിക നിയമങ്ങളനുസരിച്ച് ശരിയായ രൂപത്തിൽ മനുഷ്യൻ ശരിയും തെറ്റും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാത്ത ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചത് കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു സംഘം ആളുകളെ പോലെയാണ്. മുകൾ തട്ടിലും താഴെത്തട്ടിലും ആളുകളുണ്ട്. താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം എടുക്കണമെങ്കിൽ മുകൾ തട്ടിലേക്ക് പോയി അവിടെ ശുദ്ധജലം സൂക്ഷിച്ചിരിക്കുന്ന സംഭരണിയിൽ നിന്ന് വെള്ളം എടുത്ത് വേണം താഴേക്ക് വരാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെത്തട്ടിലുള്ള ആളുകൾ ചിന്തിച്ചു എന്നാണ്, നമ്മളെന്തിനാണ് ഈ മുകൾ തട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അവിടെ പോയി ശുദ്ധജലം എടുത്തുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ വരെ പോകുന്നത്. നമ്മളൊന്ന് കപ്പലിൻ്റെ അടിഭാഗത്ത് ഒരു തുള്ളയിട്ട് അവിടെ ഒന്ന് കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുമല്ലോ എന്ന് അവർ ചിന്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലൂടെ പറയുന്നത് കാണാം, അവരെങ്ങാനും അത് നടപ്പാക്കാൻ തുനിയുമ്പോൾ അതിനെ ആരും തടയാതിരുന്നാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്ന്, ഈ പറയുന്ന ആളുകൾ ചെയ്യുന്ന അബദ്ധം കൊണ്ട് ആ കപ്പൽ മുഴുവൻ, അതിലുള്ള താഴെത്തട്ടിലും മുകളിൽത്തട്ടിലുമുള്ള എല്ലാവരും ഒരുമിച്ച് മുങ്ങി നശിക്കുക എന്നതായിരിക്കും അതിൻ്റെ അനന്തരഫലം. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു തിന്മ നടമാടുന്നുണ്ട് എങ്കിൽ ആ തിന്മകൾ ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുന്നത് പോട്ടെ, അതിനേക്കാൾ വലിയ ഗുരുതരമാണ് അത് തടയാൻ ആളില്ലാതിരിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ, ശബ്ദമുയർത്താൻ ആളില്ലാതിരിക്കുക, അതിനുള്ള സാഹചര്യം പോലും തെറ്റായി മനസ്സിലാക്കപ്പെടുക, അതിനുള്ള സാഹചര്യം പോലും നൽകാതിരിക്കുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ, ഇസ്ലാം ദൈവിക മതമായതുകൊണ്ട് തന്നെ, ഇസ്ലാം പ്രപഞ്ചനാഥൻ്റെ യഥാർത്ഥ മതമായതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അൽ അംറു ബിൽ മാറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ. നന്മ പ്രചരിപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, തിന്മയിൽ നിന്ന് ആളുകളെ തടയുക, വിരോധിക്കുക. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠം എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തെ ഏറ്റവും വലിയ ഉത്തമ സമൂഹമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു മഹത്തായ ഗുണം അവരിലുള്ളത് കൊണ്ടുകൂടിയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്, ഏറ്റവും നല്ല ഖൈറായ ഉമ്മത്താണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്, നിങ്ങളെ അള്ളാഹു പുറപ്പെടുവിച്ചിരിക്കുന്നത്, നിങ്ങളെ ഒരു ഉമ്മത്തായി ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉത്തമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തഅ്മുറൂന ബിൽ മാറൂഫി വതൻഹൗന അനിൽ മുൻകർ. കാരണം നിങ്ങൾ
നന്മ കൽപ്പിക്കുന്നു, വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഗുണം നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിലൊരു പ്രബോധനം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ നന്മയെക്കുറിച്ച് ആയിരിക്കും നമുക്ക് പറയേണ്ടി വരിക. ചില സാഹചര്യങ്ങളിൽ ചില തിന്മയ്ക്കെതിരെ നിലകൊള്ളുകയും തിന്മയ്ക്കെതിരെ പോരാടുകയും അതിനെ വിലക്കുകയും അതിനെ അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വിഭാടനം ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതായിരിക്കും അവിടെ വേണ്ടി വരിക. ഏതായിരുന്നാലും ഈ ഒരു ഗുണം ഒരു സമൂഹത്തിനുണ്ടാവുമ്പോഴാണ് ആ സമൂഹം ഉത്തമ സമൂഹമായി മാറുന്നത്. മുസ്ലിം സമൂഹം എന്ന നിലയിൽ പ്രപഞ്ചനാഥൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും അടിസ്ഥാന ബാധ്യതകളിലൊന്നു കൂടിയാണ് നന്മയുണ്ടോ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിന് വേണ്ടി നിലകൊള്ളുക, തിന്മയുണ്ടോ അതിനെതിരെ നിലകൊള്ളുക, അതിനെ ഈ ലോകത്ത് നിന്ന് നീക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ആളുകളെ അതിൽ നിന്ന് രക്ഷിക്കുകയും അവരതിൽ നിന്ന് തടഞ്ഞു നിർത്താനുള്ള വഴികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നത്. വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്നുള്ള ഇതേ സമാനമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഈ പാഠത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് അരക്കിട്ടുറപ്പിക്കുന്നത് കാണാം. പക്ഷേ ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസം, ഒരു മനുഷ്യൻ അവനിലേക്ക് മാത്രം ചുരുങ്ങി വ്യക്തി സ്വാതന്ത്ര്യം എന്നതിനെ ഒരു ലേബലായി ഉയർത്തി കാണിച്ച് ഒരാൾക്ക് അയാളുടെ ശരീരമോ അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് അയാളുടേതായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാം, മറ്റുള്ളവരെ യാതൊരു തരത്തിലും പരിഗണിക്കേണ്ടതില്ല എന്ന അതിതീവ്രമായ ഇൻഡിവിജ്വലിസം എന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേ തലത്തിൽ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനും ഒന്നും പറയാൻ കഴിയാത്ത ഒരിടമാക്കി ഇന്ന് സമൂഹത്തെ ആളുകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകർക്ക് തങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോടൊന്നും പറയാൻ കഴിയില്ല. പാഠം പഠിപ്പിക്കുക, അധ്യാപകർ അവരുടെ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, സ്കൂളിൽ നിന്ന് പോകുന്നു. അതിനപ്പുറത്തേക്ക് സ്വന്തം വിദ്യാർത്ഥികൾക്കിടയിൽ കാണുന്ന അധാർമിക പ്രവർത്തനങ്ങളെക്കുറിച്ച് വാക്കുമിണ്ടാൻ സാറിൻ്റെ പണി നോക്കിയാൽ മതി കേട്ടോ, സാറിൻ്റെ പണി പഠിപ്പിക്കലാണ്, പഠിപ്പിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്ന് തിരിച്ചു പറയുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. മാതാപിതാക്കൾക്ക് പോലും മക്കളെ ശാസിക്കാനും ശിക്ഷണം നൽകാനുമുള്ള അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 18 വയസ്സ് എന്ന ഒരു ലീഗൽ ഒരു ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രായപരിധിയെ അതിനെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങൾക്കുമുള്ള ചൂഷണമായി ഉപയോഗിക്കുന്ന മക്കളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ ഇതുവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അവരുടെ ഉപദേശങ്ങൾക്ക്, അവർ പോകണ്ട എന്ന് പറയുന്ന ആ വഴികൾക്ക് അല്ലെങ്കിൽ അവർ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് അതിനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും ആളുകൾ കൽപ്പിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നു. എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കാൻ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും എനിക്ക് തിരഞ്ഞെടുക്കാം എന്ന് ധരിച്ച് പലതരത്തിലുള്ള അബദ്ധ ഐഡിയോളജികളിലും ചെന്നപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഏത് മേഖലയിലും ഒരാൾക്ക് മറ്റൊരാളോട് ഒരു നന്മ പറയാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റല്ലേ, എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാനോ ഉള്ള സ്പേസ് പോലും നഷ്ടപ്പെടുന്നിടത്തേക്ക് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സമൂഹമാണ് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപെടാൻ കഴിയുന്ന സമൂഹം, ഏറ്റവും നല്ല സമൂഹം എന്നാണ് ആളുകളുടെ ധാരണ. പക്ഷേ നമ്മൾ ലോക ചരിത്രത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഇടയിൽ നടന്ന വളരെ വലിയ തിന്മകളും അല്ലെങ്കിൽ അക്രമങ്ങളുമൊക്കെ നടന്ന സമൂഹങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം ചിന്താഗതികൾ വർക്ക് ചെയ്തത് എന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഇപ്പോൾ ഈലി വീസിൽ എന്ന് പറയുന്ന ഒരു നോബൽ പീസ് പ്രൈസ്, നോബൽ സമാധാന സമ്മാനത്തിൻ്റെ ജേതാവ് കൂടിയായ, അതേസമയം ഹോളോകോസ്റ്റിൻ്റെ ഇര കൂടിയായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ നോബൽ പീസ് പ്രൈസിൻ്റെ ആ സമ്മാനത്തിന് വേണ്ടി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം. ആളുകൾ പലപ്പോഴും ഹോളോകോസ്റ്റിനെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല, ജൂതന്മാർക്ക് നടന്ന നാസികൾ നടത്തിയ കൂട്ടക്കൊലയിൽ ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞാൽ ആ സമയത്തും അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്നത് പോലെ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന നിലയിൽ നിഷ്പക്ഷം എന്ന രൂപത്തിൽ മിണ്ടാതെ നിന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വി മസ്റ്റ് ഓൾവേസ് ടേക്ക് സൈഡ്സ്. ചില വശങ്ങളിൽ ചിലപ്പോൾ നന്മ തിന്മ അവിടെ രണ്ടുണ്ടെങ്കിൽ നമ്മളവിടെ നിഷ്പക്ഷം എന്ന നിലപാടല്ലല്ലോ സ്വീകരിക്കേണ്ടത്. നന്മ ഏതാണോ നന്മയുടെ ഭാഗത്താണ്, അവിടെ ചിലപ്പോൾ നമ്മൾ സൈഡുകൾ സ്വീകരിക്കേണ്ട അവസ്ഥ തന്നെ വരും. ന്യൂട്രാലിറ്റി ഹെൽപ്സ് ദ ഒപ്രസർ. എപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അക്രമിയെയാണ് പലപ്പോഴും നിഷ്പക്ഷത എന്ന് ആളുകൾ ലേബലിട്ട് വിളിക്കുന്ന ഈ മൗനം
കൂടുതൽ സഹായിക്കാറുള്ളത്. നെവർ ദ വിക്ടിം, ഇരയെ അല്ല ഇത് കൂടുതൽ സഹായിക്കാറുള്ളത്. സൈലൻസ് എൻകറേജസ് എ ടോർമെൻറ്റർ, ആക്രമിക്കുന്നവനെ സഹായിക്കുകയാണ് പലപ്പോഴും ഇത്തരം മൗനങ്ങൾ കൂടുതൽ, ഈ മൗനം അതിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ സമാനമായി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കാണാൻ കഴിയും. ദ അൾട്ടിമേറ്റ് ട്രാജഡി ഈസ് നോട്ട് ദ ഒപ്രഷൻ ആൻഡ് ക്രുവൽറ്റി ബൈ ദ ബാഡ് പീപ്പിൾ. ഈ ലോകത്ത് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ചെയ്യുന്ന അക്രമങ്ങളും തിന്മകളും അല്ല യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള ട്രാജഡി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ബട്ട് ദ സൈലൻസ് ഓവർ ദാറ്റ് ബൈ ദ ഗുഡ് പീപ്പിൾ. നല്ല മനുഷ്യന്മാർ അതിന്മേൽ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ അപകടം, ട്രാജഡി എന്ന് മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള ആളുകൾ പല ചരിത്ര വസ്തുക്കളെയും, ചരിത്രത്തിൻ്റെ പല ദശാസന്ധികളിലും നടന്ന പിന്നെ പലതരത്തിലുള്ള ദുരനുഭവങ്ങളും പിന്നെ തിന്മകളും നേരിട്ട മനുഷ്യന്മാരാണ് ഈ പറഞ്ഞ കാര്യത്തോട് പ്രതികരിക്കുന്നത്. അപ്പോൾ പിന്നെ മതം എന്നതിനെ ഒരു ഇസ്ലാം പറയുന്നൊരു ഒരു കാര്യമായി അല്ലാതെ പോലും നമുക്ക് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുക. തെറ്റാണെങ്കിൽ അവിടെ നിഷ്പക്ഷതയുമല്ല മൗനവുമല്ല, അത് തെറ്റ് തന്നെയാണ്. തെറ്റാണെന്ന് ഉറക്കെ പറയാനും തെറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഉണ്ടാവില്ല എന്ന് പറയാനും നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ ശരിയായൊരു മുസ്ലിമായി, കാരണം ഇസ്ലാമിൻ്റെ ബേസ് തന്നെ അതായതുകൊണ്ട് അങ്ങനെ നല്ലൊരു മുസ്ലിമായി തന്നെ മാറാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾക്കവിടെ കായികമായി അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് ബലം ഉപയോഗിച്ച് നിങ്ങൾക്ക് തടയാൻ കഴിയുന്ന നിങ്ങളുടെ അധികാര പരിധിക്കുള്ള ഉള്ളിലാണ് അത് നടക്കുന്നത്. നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളുടെ മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള സ്ഥലത്താണ്. അങ്ങനെയെങ്കിൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾക്ക് അവിടെ അങ്ങനെ സാധിക്കുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കണം, ബലം പ്രയോഗിച്ചതിനെ തടുക്കാൻ ശ്രമിക്കണം. ഇനി അങ്ങനെയുള്ള സ്ഥലത്തല്ല, ഫഇല്ലം യസ്തത്തി, ഇനി അതിന് കഴിയില്ല, അങ്ങനൊരു സ്ഥലത്തല്ല നമ്മൾ ഉള്ളത്, ഫബിലിസാനിഹി, നമ്മുടെ ശബ്ദം കൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നൊരു സ്ഥലത്താണ്. അധികാരമോ ബലമോ ഉപയോഗിക്കാൻ കഴിയില്ല, നമ്മുടെ കൈ ഉപയോഗിച്ച് കായികമായി നമുക്കതിനെ തടയാൻ കഴിയില്ല. നമുക്ക് സംസാരത്തിലൂടെ നമ്മുടെ നിലപാട് ഉറക്കെ പറയുന്നതിലൂടെ നമ്മുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ തിന്മയ്ക്കെതിരെ നിലകൊള്ളാൻ കഴിയുമെങ്കിൽ ഫൽ യുഗയ്യിർഹു ഫബിലിസാനിഹി, നാവ് കൊണ്ട് അവൻ അതിനെ ചെറുത്തുകൊള്ളട്ടെ, തടഞ്ഞുകൊള്ളട്ടെ. ഇനി അതിനും കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളിൽ നമുക്കൊരു പക്ഷേ നമ്മളത് ആ തിന്മയ്ക്കെതിരെ നാവ് കൊണ്ടുപോലും പ്രതികരിക്കാൻ കഴിയുന്നൊരു സ്ഥിതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി, അപ്പോൾ സ്വന്തം ഹൃദയത്തെ സംരക്ഷിച്ചു, സ്വന്തം ജീവിതത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ വ്യക്തി വിശുദ്ധി പാലിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആ തിന്മയോട് വെറുപ്പ് വെച്ചുകൊണ്ടെങ്കിലും നമ്മൾ ആ തിന്മയെ തടഞ്ഞു നിർത്തണം. അതാണ് ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടി എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക, തിന്മയ്ക്ക് എതിരെ നിലകൊള്ളുക, തിന്മയെ വിലക്കുക, നന്മയെ പ്രോത്സാഹിപ്പിക്കുക, നന്മ കൽപ്പിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനം എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ മാറ്റി നിർത്തി ചിന്തിച്ചാൽ പോലും ഒരു സമൂഹം എന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ തന്നെ സമൂല നാശത്തിനായിരിക്കും ഈ പറഞ്ഞ അമിതമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മനുഷ്യൻ എന്തുമാവാം, അല്ലെങ്കിൽ നന്മകളും തിന്മകളും നടക്കുമ്പോൾ അവിടെ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാമെന്നൊക്കെയുള്ള ലേബലുകൾ നമ്മൾ വെച്ചു കൊടുത്താൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും നശിക്കും എന്ന് പറഞ്ഞതുപോലെ ആ സമൂഹം മുഴുവൻ നാശത്തിലേക്ക് പോകാനായിരിക്കും അത് കാരണം ആവുക. അതുകൊണ്ട് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ എന്ന ഇസ്ലാമിക തത്വം അത് നമ്മൾ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത് നടപ്പാക്കാൻ ഒരു നല്ല മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.